ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് കുറേ ഡൗട്ടുകൾക്ക് ആൻസർ പറയാം എന്നാണ് വിചാരിക്കുന്നത്. നിറയെ പേർക്കും ഒരുപാട് ഡൗട്ട്സുകളുണ്ട്. പ്രോഡക്ട്സിനെ കുറിച്ച് ഡൗട്ടുകളുണ്ട്, സ്കിൻ കെയറിനെ കുറിച്ച് ഡൗട്ടുകളുണ്ട്, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു കുറഞ്ഞ സമയം കൊണ്ട് എത്ര ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്കൊരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന പോലെ Q&A, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിരിക്കുന്നത്, റെഡ് സാൻഡൽവുഡ് പിഗ്മെൻറ്റേഷൻ പാക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ് ഡൾ ആകുമോ എന്ത് ഞാൻ അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈ മലയാളം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഡ്രൈ സ്കിന്നാണ്, എനിക്ക് സ്യൂട്ടാകുന്നില്ല, സ്കിൻ കെയർ പ്രോഡക്റ്റ് പറയാമോ, എനിക്ക് ആകാനുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് പറയുമോ, പിന്നെ എനിക്കിതാണ് വയസ്സ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഏജ് ഇതാണ് എന്ന് പറഞ്ഞുള്ള വറീസ് അങ്ങ് മാറ്റി വയ്ക്കുക. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. ഏത് ഏജിലാണെങ്കിലും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നു എന്ന് മാത്രം ചിന്തിക്കുക. അല്ലാതെ എൻ്റെ ഏജ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആങ്സൈറ്റി ഉള്ളിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ട. നിങ്ങളെ ഒബ്സർവ് ചെയ്ത് നോക്കിക്കോളൂ സ്കിൻ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, റെഡ് സാൻഡൽവുഡ് ക്രീം പിഗ്മെൻറ്റേഷൻ പാക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആകുമോ? എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആകുന്ന റെഡ് സാൻഡൽവുഡ് സ്കിൻ ബ്രൈറ്റനിങ് പാക്കാണ് നമുക്കുള്ളത്. അത് സ്കിന്നിനെ ബ്രൈറ്റ് ചെയ്യുകയും ഡാർക്ക് സ്പോട്ടും അല്ലെങ്കിൽ വരകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുകയും എസ്പെഷ്യലി പിഗ്മെൻറ്റേഷന് വേണ്ടിയുള്ളതാണ്, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുള്ളതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മെലാസ്മ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ പുറത്തു വരുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിക്കരുത്. സ്കിന്നിനകത്തുനിന്ന് നമ്മളുടെ ബോഡി സ്കിന്നിൻ്റെ പുറത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കറുത്ത കളറാണ് ഈ മെലാസ്മ എന്ന് പറയുന്നത്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്, കരിമംഗല്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ മെലാനിൻ എന്ന് പറഞ്ഞ ഒന്നിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ അതാണ് കറുത്ത കളർ നമ്മൾക്ക് തരുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് മെലാനിൻ. അതിനെ നമ്മുടെ ബോഡി ഫേസിലോട്ടാണ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഫേസിലും നെറ്റിയുടെ സൈഡുകളിലും ഒക്കെയാണ്. ആദ്യം അത് കറുത്ത കുത്തുകളായിട്ട് വരും. നമ്മൾ ആദ്യം ശ്രദ്ധിക്കില്ല. അത് പിന്നെ പടർന്നാണ് വലിയ കരിമംഗല്യമായിട്ട് മാറുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മറുകുകളാണ് നിങ്ങളുടെ മുഖത്തുള്ളതെങ്കിൽ അത് ക്രീമുകളൊന്നും ഇട്ടാൽ മാറില്ല കേട്ടോ. അതിന് വേറെ തന്നെ ട്രീറ്റ്മെൻറ്റാണ്. അതിന് നിങ്ങളൊരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണേണ്ടി വരും. പിന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേയും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു ഡോക്ടറെ അല്ല, ഒരു ഡോക്ടർ ഇപ്പോൾ നിങ്ങൾക്ക് ബോട്ടോക്സ് ചെയ്യാൻ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രിസ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് വേറൊരു ഡോക്ടറെ കൂടെ കൺസൾട്ട് ചെയ്യുന്നത്, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇതിന് മാത്രമല്ല, ഇനി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിലും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ ചോദിച്ചിരിക്കുന്നത്, എനിക്ക് ഹെയർ ഡൈ അലർജിയാണ്, ഹെന്ന ആൻഡ് ഇൻഡിഗോ യൂസ് ചെയ്യുന്നു, സോ ഫാർ നോ പ്രോബ്ലം. ആഫ്റ്റർ ഇൻഡിഗോ മുടി ഡ്രൈ ആകുന്നു, മുഖത്ത് കുറച്ച് പാടുകൾ വരാൻ തുടങ്ങി, പർപ്പിൾ കളറുള്ള പാടുകളാണ്, അതിനെന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിഗോ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് നീലാമരി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ തലയിൽ കളർ കിട്ടാൻ വേണ്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ കാലക്രമേണ ഇവഞ്ച്വലി നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ വരും. കാരണം അതിൻ്റെ ആ ഒരു കളർ, അതിനൊരു ബ്ലാക്ക് അല്ല, ശരിക്കും ഡാർക്ക് പർപ്പിൾ കളറാണ്. അത് സ്കാൾപ്പ് വലിച്ചെടുത്ത് ഫേസിലോട്ടാണ് അതിൻ്റെ റെസിഡ്യൂ കൊണ്ട്, മിച്ചം ഒക്കെ അതിൻ്റെ ആ ഒരു ഇത് കൊണ്ട് ഫേസിലോട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് വലയങ്ങൾ ഫേസിലുണ്ടാകുകയും, ശരിക്കും നോക്കിയാൽ അത് ബ്ലാക്ക് അല്ല, ഡാർക്ക് പർപ്പിളായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാൻ ഒരു കാരണം. പിന്നെ ഹെയർ ഡൈ, കെമിക്കൽ ഹെയർ ഡൈ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാലും കാലക്രമേണ പിഗ്മെൻറ്റേഷനുള്ള ഒരു കാര്യമാകും. ഫേസ് ഡ്രൈ ആകാനും സ്കാൾപ്പ് ഡ്രൈ ആവാനും മുടി ഡ്രൈ ആവാനും ഒക്കെ ഒരു കാരണമാകും അത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെയർ കളറോ അല്ലെങ്കിൽ ഹെന്നയോ ബ്ലാക്ക് ഹെന്നയോ ഒക്കെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. ഓടിപ്പോയി വേറൊരു പരസ്യം കണ്ടു അവിടെ പോയി അത് വാങ്ങിച്ച് ഇവിടെ പോയി ഇത്, അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മുടെ സ്കിന്നിനെ അറിഞ്ഞിട്ട് അതിനെ പരിചരിക്കുക. അതാണ് ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത്, ശരിക്കും പരിചരിക്കുക എന്നുള്ളതാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ സ്കിൻ ഓയിലി ആണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ്, ഡ്രൈ ആണ് എന്നുള്ളത് നമ്മൾ പുറത്തിടുന്ന മോയ്സ്ചറൈസർ കാരണമല്ല ഇതൊന്നും ഇങ്ങനെ ആവുന്നത്.
ഇപ്പോൾ ഓയിലി സ്കിന്നിൻ്റെ ഓയിൽ നമ്മളുടെ ഫേസിലോട്ട് വരുന്നത് നമ്മളുടെ ബോഡിക്കകത്ത് നിന്നാണ് അല്ലേ. അപ്പോൾ ബോഡിക്കകത്തുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നതും ഓയിലി ആവുന്നതും അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആവുന്നതും ഒക്കെ. അതിന് നമ്മൾ ഉള്ളിലേക്കും കൂടെ നന്നായിട്ട് നമ്മളുടെ ഫുഡ് കെയർ ചെയ്യണം. നമ്മൾ അൺടൈമിൽ ഫുഡ് കഴിക്കരുത്. ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും ജങ്ക് ഫുഡും ഒക്കെ ഒഴിവാക്കണം. പഞ്ചസാര കട്ടാക്കണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഇമ്പ്യൂരിറ്റീസ് ഫേസിലുണ്ടാകുന്നത് മാറത്തുള്ളൂ. മുഖക്കുരുവിൻ്റെ റാഷസ് മാറത്തുള്ളൂ. നിങ്ങൾക്കുണ്ടാകുന്ന കളർ മാറ്റങ്ങളൊക്കെ മാറണമെങ്കിൽ ഫുഡ് റെഗുലേറ്റ് ചെയ്യാതെ ഒന്നും പ്രായോഗികമേ അല്ല. ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ സൂപ്പർ ബൈറ്റ് മോയ്സ്ചറൈസർ ഇടുകയും ഫേസ് പാക്ക് ഇടുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഒരു എന്താ പറയണ്ടേ പ്രയോജനം ഡബിളായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ വിസിബിളായിട്ടുള്ള നിങ്ങൾക്ക് പ്രയോജനം കാണാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, എനിക്ക് 49 വയസ്സായി, ചീക്സ് സാഗ് ആവുന്നുണ്ട്, പിന്നെ പിഗ്മെൻറ്റേഷനും ഉണ്ട്, നിങ്ങളുടെ എന്തൊക്കെ പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ മുഖം സാഗാകുക എന്ന് വെച്ചാൽ മുഖം ഇങ്ങനെ തൂങ്ങി വരിക, അത് മസിൽസിൻ്റെ ബലമൊക്കെ കുറയുമ്പോഴാണ് ഫേസ് താഴോട്ട് സാഗാവുന്നത്. അതിന് നമുക്ക് ഫേസ് യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ചാനലിൽ ഫേസ് യോഗയെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫേസ് മസാജ് വളരെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം ഇങ്ങനെ ഔട്ട്വേർഡായിട്ട് ഫേസ് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആൻറ്റി ഏജിങ് ഓയിൽ നമ്മളുടെ സ്റ്റോറിലുണ്ട്. അത് വെച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്താ വെച്ചാൽ ആൻറ്റി ഏജിങ് ഓയിൽ എടുത്ത് കോരി ഒഴിക്കരുത്. 4-5 തുള്ളി മാത്രമാണ് ഫേസിൽ തേച്ച് വളരെ മൈൽഡ് പ്രഷറിൽ നിങ്ങൾ മസാജ് ചെയ്യുക. അത് ഡെയിലിയും ചെയ്യണം. ഒരുപാടല്ല കേട്ടോ. അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. നമ്മളോട് അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് അയച്ചു തരാനുള്ള ഒരു എന്താ പറയണ്ടേ ഒരു സാവകാശമില്ല എന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങൾ ഒരാളോടാണ് സംസാരിക്കുന്നത്, നമ്മൾ ഒരുപാട് പേരോട് സംസാരിക്കുന്നത്. കാരണം ഒരാൾക്കൊരു വീഡിയോ അയച്ചു കൊടുക്കാനുള്ള ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഈ ഒരു വീഡിയോസൊക്കെ കിടപ്പുണ്ട്. അതുപോലെ വീഡിയോസ് മൊത്തം കാണാതെ ഡൗട്ട് ചോദിക്കരുത്. നമ്മൾക്ക് ആൻസർ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വീഡിയോ ചെയ്ത് നമ്മൾക്കറിയാം നമ്മളത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്നലെ ഒരു ബ്ലാക്ക് ഹെന്ന എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഡെമോ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നു. എന്നിട്ടും ഞാൻ 2 പ്രാവശ്യം വീഡിയോ കണ്ടു. എത്ര നേരം അത് തലയിലിടണമെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. ഞാൻ മാക്സിമം മലയാളം ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കാരണം ഞാൻ മലയാളം നന്നായിട്ട് പഠിച്ചു എന്ന് പറയാം. അതുകൊണ്ട് 45 നിമിഷം അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാണ് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യേണ്ടതെന്ന് ആ കറക്റ്റ് ടൈമിൽ പറയുന്നുണ്ട്. കാരണം വീഡിയോ ഓടിച്ച് വിട്ട് കണ്ടാലോ അല്ലെങ്കിൽ വീഡിയോ കുറച്ച് നേരം കണ്ടിട്ടോ നമ്മളോട് വന്ന് ജോലി എടുക്കാൻ പറയരുത്. ദയവായി ഇത് വീഡിയോ മൊത്തം കാണുക. മൊത്തം കണ്ടിട്ട് ഡൗട്ട് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അയച്ചു തരുമ്പോൾ അത് കാണാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ആൻസർ പെട്ടെന്ന് പറഞ്ഞു തരുന്ന സ്റ്റാഫാണെന്ന് മനസ്സിലാക്കുക. ഞാനായിരിക്കത്തില്ല ആൻസർ പറയുന്നത്, അവർ ഒരു ആൻസർ പറയും. അതിനേക്കാളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോ കണ്ട് തന്നെയാണ്. ഫേസ് സാഗ് ആകുന്നതിന് മസാജ് തന്നെയാണ് ഏറ്റവും നല്ല മാർഗ്ഗം. പിന്നെ ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ ക്രീം നമ്മുടെ കയ്യിലുണ്ട്. അതിടുന്നത് വളരെ നല്ലതാണ്. സൂപ്പർ ബൈറ്റ് മോയ്സ്ചറൈസറും കൂടി ഇട്ടാൽ മോയ്സ്ചറിനെ നമ്മളുടെ സ്കിന്നിലോട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ എന്തായാലും ഒരു പ്രോപ്പർ സ്കിൻ കെയർ ആണ് ഇതിനുള്ള ഏറ്റവും നല്ല പോംവഴി. കുറേ ഡൗട്ടുകളുള്ള ഒരു ഏരിയയാണ് ഈ ബ്ലാക്ക് ഹെന്ന എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് വാങ്ങിക്കേണ്ടത്. ബ്ലാക്ക് ഹെന്ന വാങ്ങിക്കേണ്ടത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാട്സപ്പ് നമ്പർ നമ്മളുടെ എല്ലാ വീഡിയോയുടെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ എങ്ങനെയാണ് തേക്കേണ്ടത്? വെറും വെള്ളത്തിൽ കുഴച്ച് തലയിൽ ഒരു 45 മിനിറ്റ് 1 മണിക്കൂർ ഇടുക. ഈ വ്യത്യാസം വരുന്നത് ചിലരുടെ മുടിക്ക് കട്ടി ഉണ്ടാവും, ചിലരുടെ മുടിക്ക് കട്ടി ഉണ്ടാകത്തില്ല. ഇത് മീശയിലിടാമോ അല്ലെങ്കിൽ താടിയിലിടാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താടിയിലും മീശയിലും ഇടുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ കട്ടി അനുസരിച്ചായിരിക്കും അത് നിങ്ങളുടെ മുടിയിലേക്ക് പിടിക്കുക. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അത് നിങ്ങൾക്ക് സ്യൂട്ടാകുമോ എന്നറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ഒരു പ്രോഡക്റ്റാണ്. എന്നാലും ഇപ്പോൾ ഒരു തുളസിയിലയാണ് നമ്മൾ മുഖത്ത് തേക്കുന്നതെങ്കിലും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് എടുക്കാതെ, ഒരു സാമ്പിൾ ടെസ്റ്റ് നോക്കാതെ നിങ്ങൾക്ക് അലർജി ഉണ്ടാകുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടാകുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതെന്നല്ല, എന്ത് തന്നെയാണെങ്കിലും അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് മറക്കല്ലേ. പിന്നെ ബ്ലാക്ക് ഹെന്നയ്ക്ക് ഇതാണ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇതിലും കുറഞ്ഞ ഹെന്ന മാർക്കറ്റിൽ കുറേ ബ്രാൻഡൊക്കെ പറഞ്ഞു. ആ ഹെന്നകളൊക്കെ അവൈലബിൾ ആണല്ലോ. അതായത് നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ വാങ്ങിക്കുക.
നമ്മൾ ഇത് വാങ്ങിക്കണമെന്നല്ല, നമ്മളിങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ഇടുന്ന സമയം നോക്കി വെക്കുക. കാരണം ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു കഴിഞ്ഞ മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഡിസ്കൗണ്ട് തന്നിരുന്നു. ഇനി അങ്ങോട്ട് ഡിസ്കൗണ്ട് കുറച്ച് നമ്മളുടെ ഒരു അക്കൗണ്ട് സെഷൻ ടാലി ആകുന്നിടം വരെയും ഡിസ്കൗണ്ട് ഇടത്തില്ല. നമ്മൾ ഡിസ്കൗണ്ട് വരുന്നത് നമ്മളുടെ മാർക്കറ്റിങ്ങിനെ അനുസരിച്ചാണ് പോകുന്നത്, അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഡിസ്കൗണ്ട് ഇട്ടേക്കാം അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മളൊരിക്കലും ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങൂ എന്ന് പറഞ്ഞു, നമ്മളുടെ ആവശ്യമാണ്, നമ്മൾക്ക് അത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കുക. നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങണം എന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലേ. നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വേണോ അല്ലെ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് വേണമോ എന്ന് ഫസ്റ്റ് ആലോചിക്കുക. വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുക. പിന്നെ ഇതിനകത്തുള്ള ഈ പ്രൈസ് വരുന്നത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഹെർബൽ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രോസസ്സിങ് കോസ്റ്റും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും മാർക്കറ്റിംഗ് കോസ്റ്റും എല്ലാം തന്നെ പ്രോഡക്റ്റിലോട്ട് ആഡാകും. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ പറമ്പിലുള്ളൊരു സാധനമാണ് വാഴപ്പിണ്ടി അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു സ്റ്റെം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ നമ്മൾ വെയിലൊന്നും കാണിക്കാതെ സെമി ഷെയ്ഡിലിട്ട് നമ്മൾ ഉണക്കിയെടുക്കുന്നത് വീട്ടിൽ വെട്ടി ഉണക്കുന്ന പോലല്ല, അതിനൊക്കെ അതിൻ്റേതായ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ആ ഒരു കോസ്റ്റ് ആകും. അതിന് കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുകയില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ പ്രോഡക്റ്റ് ഒരിക്കലും ഇങ്ങനെ മാർക്കറ്റിൽ മറ്റുള്ള പ്രോഡക്റ്റുകൾ വരുന്ന പോലെ വരില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ചിന്ത ഇത്ര നാൾ വരെ ഇല്ല. മേ ബി ഇനി ഒരു 5 years കഴിഞ്ഞ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റ് ഇടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പല പല ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൊച്ചിയിലാണെങ്കിലും അല്ലെങ്കിൽ പല പല സ്ഥലത്ത്, ചെന്നൈയിലാണെങ്കിലും അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ തന്നെ ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രമേ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. ഞാനത് മാർക്കറ്റിലോട്ട് കൊണ്ടുവരാൻ ഇപ്പോൾ പ്ലാനില്ല. പിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, മുഖത്ത് ഫുൾ ഓപ്പൺ പോസ് ആണ്, അതിനെന്താണ് ചെയ്യേണ്ടത്? ഫേസിന് ഓപ്പൺ പോസ് മാറാൻ ക്രീം അവൈലബിൾ ആണോ? ഓപ്പൺ പോസ് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. ഓപ്പൺ പോസിനെ ഷ്രിങ്ക് ആക്കാൻ പറ്റും, അതായത് ചുരുക്കാൻ പറ്റും. ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ പോസ് മാറത്തില്ല കേട്ടോ. നമ്മൾക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മളുടെ ചെറിയ വയസ്സിൽ നമ്മൾ പിമ്പിൾസ് വന്നതും നമ്മൾ നഖം കൊണ്ട് കോരിയിട്ടുള്ള മാർക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത ക്രീം ഇട്ടിട്ട് പോസ് ഓപ്പൺ ആയതും അല്ലെങ്കിൽ ഒരുപാട് ആവി പിടിച്ചാലും പോസ് ഓപ്പൺ ആകും. അങ്ങനെയൊക്കെ ഓപ്പണായ പോസ് ഏജ് ആകെ വലിയ വലിയ പോസായിട്ട് വരും. അതിനെ നമ്മൾക്കൊന്ന് ഷ്രിങ്ക് ആക്കാം, അതായത് ഒന്ന് ചുരുക്കാൻ പറ്റുമെന്നല്ലാതെ ഓപ്പൺ പോസിനെ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒന്ന് ചെയ്യാം, വീട്ടിൽ തന്നെ പല പല ജ്യൂസസ് വെച്ചിട്ട് ഐസ് ക്യൂബ് ഉണ്ടാക്കി ദിവസവും റബ്ബ് ചെയ്യുന്ന ഓപ്പൺ പോസിന് നല്ലൊരു പരിഹാരമാണ്. എന്നിട്ട് നമ്മുടെ വിഭൂതി സ്റ്റോറിലുള്ള സ്കിൻ ബ്രൈറ്റനിങ് മോയ്സ്ചറൈസർ ഇടുക. ആ തണുപ്പ് മാറുന്നതിന് മുന്നേ തന്നെ ഇടുക. അത് നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഫേസ് പാക്ക് പൗഡറുണ്ട്, ഫേസ് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് നിങ്ങൾക്ക് എടുക്കാം. നലങ്ക് മാവ് എടുക്കാം, അല്ലെങ്കിൽ ബ്രൈഡൽ നലങ്ക് മാവ് എടുക്കാം. ഇതൊക്കെ തന്നെയും ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രമാണ് ഫേസിലിടേണ്ടത്. അത് ഫേസിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സൺ ടാൻ മാറാനും ഫേസിനെ ഒന്ന് ഫേം ആക്കാനും ഒക്കെയാണ്. നിങ്ങൾക്കത് പല മീഡിയത്തിൽ കുഴച്ചിടാവുന്നതാണ്. തക്കാളി ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജ്യൂസ്, സ്ട്രോബെറി ജ്യൂസ്, ഗ്രീൻ ആപ്പിൾ ജ്യൂസ്, കിവി ജ്യൂസ്, തൈര്, പാല്, വെറും വെള്ളം, അങ്ങനെയൊക്കെ കഞ്ഞിവെള്ളം അതിലൊക്കെ കുഴച്ച് നിങ്ങൾക്കിടാം. ഇതും പാച്ച് ടെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഓരോരുത്തരുടെ സ്കിൻ പല ടൈപ്പാണ്, എങ്ങനെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. 10 മിനിറ്റ് കൂടുതൽ ഒരിക്കലും ഒരു പാക്കും ഫേസിലിടരുത്. ഇനി 10 മിനിറ്റിന് മുന്നേ തന്നെ നിങ്ങളുടെ ഫേസ് ഉണങ്ങിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വാഷ് ചെയ്യുക. സെമി ആയിട്ട് ഡ്രൈ ആകുമ്പോൾ തന്നെ വാഷ് ചെയ്യണം കേട്ടോ. അത് ബ്ലാക്ക് ഹെന്ന തലയിൽ ഇടുമ്പോഴാണെങ്കിലും ഒത്തിരി ഡ്രൈ ആകുന്നുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ വാഷ് ചെയ്യുക. അല്ലെങ്കിൽ തലയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, ഒരു ചെറിയ ചൊറിച്ചിൽ പോലെ വരും. അത് ആ സ്കിന്നിങ്ങനെ വലിഞ്ഞിട്ട് ഇങ്ങനെ വിടുന്നത് കൊണ്ടാണ്, അല്ലാതെ അതിൻ്റെ അലർജിയാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഫേസിൽ ഒരിക്കലും അങ്ങനെ ചെയ്ത് ഫേസ് ഉരച്ച് കഴുകരുത്. ഞാൻ എപ്പോഴും ഓരോ വീഡിയോസിലും പറയുന്നുണ്ട്, സെമി ഡ്രൈ ആയിരിക്കുമ്പോൾ തന്നെ വാഷ് ചെയ്യണം, ഉരച്ച് കഴുകരുത്. വാഷ് ചെയ്യുന്നതിന് മുന്നേ വാട്ടർ നമ്മുടെ ഫേസിലോട്ട് സ്പ്ലാഷ് ചെയ്ത് ആ ഫേസ് പാക്കിനെ ഒന്ന് കുതിർത്തിട്ട് വീണ്ടും ഒന്ന് സ്പ്ലാഷ് ചെയ്ത് വളരെ ജെൻറ്റിലായിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട്. പിന്നെ ചോദിച്ചിരുന്നു, നലങ്ക് മാവ് ഫേസ് പാക്കായിട്ട് ഇടാമോ, ബാത്ത് പൗഡറായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ.
അത് രണ്ടും നമ്മൾക്ക് പോസിബിളാണ്. ഈ ബാത്ത് പൗഡറായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതാദ്യം എന്തിലെങ്കിലും ഒരു മീഡിയത്തിൽ കുഴച്ച് ബോഡി ഫുള്ള് അപ്ലൈ ചെയ്ത് 2-3-4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബോഡിക്ക് നല്ല കളർ വരുന്നതായിരിക്കും. നല്ല ഒരു സുഗന്ധം നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഫേസിലും ഇതേ സെയിം പ്രോസസ്സാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഒരു കമൻറ്റ് വന്നിരുന്നു. നമ്മളുടെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് സ്കിൻ കെയർ ചെയ്യാനുള്ള ഒരു ഉത്സാഹം വന്നത്, ഒരു സന്തോഷം വന്നത്. കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ സ്കിൻ കെയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ആ ഒരു മെസ്സേജ് അയക്കാറുണ്ട്. അത് വളരെ നല്ലതാണ്. നിങ്ങൾ എൻകറേജ് ചെയ്യുകയും നമ്മൾ കെയർ ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല ഒരു തോട്ടാണ്. ആ സ്പിരിറ്റ് ഒരിക്കലും വിടാതിരിക്കുക. ആ ഒരു ഫയർ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവട്ടെ. എപ്പോഴും സ്കിൻ കെയർ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക. കെയർ ചെയ്താൽ നമ്മളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾക്കൊരു 90% ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഹെയറിൻ്റെ പ്രശ്നങ്ങളും. നിങ്ങൾ കെയർ ചെയ്താൽ എപ്പോഴും അതിൻ്റെ പ്രയോജനമുണ്ടാവും. ഹെയർ വളരില്ല ഈ പ്രായത്തിൽ എന്നൊന്നുമില്ല. ഹെയർ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മളുടെ കെയറാണ് നമ്മളുടെ ഹെയർ. എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. നമ്മളുടെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സ്റ്റാഫ് ഉണ്ടായിരിക്കും ഗൈഡ് ചെയ്യാൻ. വെബ്സൈറ്റിൽ നിങ്ങൾ തന്നെ കയറി നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഓർഡർ ചെയ്യേണ്ടി വരും. അതും നിങ്ങൾക്ക് ചെയ്യാം. അവിടെ നിങ്ങളുടെ പേയ്മെൻറ്റ് QR കോഡ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ വരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ 10 ദിവസം ഡെലിവറിക്ക് എടുക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പ്രോഡക്റ്റ് തീർന്നു പോകുന്നെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഒരു 5 ദിവസം 6 ദിവസത്തേക്കുള്ള ക്രീം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അടുത്ത ബാച്ച് ഓർഡർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് കിട്ടുക. നമ്മളുടെ അടുക്കളയിൽ ഫുള്ള് സാധനങ്ങൾ തീർന്നിട്ടാണോ നമ്മൾ വാങ്ങിക്കുന്നത്? അങ്ങനെയല്ല. നമ്മൾക്ക് ഈ 10 ദിവസം നിങ്ങളുടെ ക്വാളിറ്റി ഡെലിവറിക്കും ക്വാളിറ്റി പ്രോഡക്റ്റും തരാനും വേണ്ടി നമ്മൾക്ക് ഈ 10 ദിവസം വേണം. അതായത് നിങ്ങൾ ഓർഡർ ചെയ്ത് 10ാമത്തെ ദിവസമാണ് നിങ്ങളുടെ ബാച്ച് ഓഫ് ഓർഡേഴ്സ് നമ്മൾ ഇവിടുന്ന് അയച്ചു തരിക. അത് നമ്മളുടെ പ്രോസസ്സിങ് ടൈമാണ്. ഒരു ബാച്ച് ഇപ്പോൾ ഒരു 100 ഓർഡർ വന്നു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആ ഒരു ബാച്ചിലേക്കുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കി നമ്മൾ അതിനൊരു സെറ്റിംഗ് ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പാക്കിംഗ് വന്നിട്ട് നമ്മൾ അത് ക്വാളിറ്റി ആയിട്ട് നീറ്റായിട്ട് പാക്ക് ചെയ്ത് അയച്ചു തരണം. അതൊക്കെയും അതിൻ്റെ സമയമാണ്. അതിനെല്ലാം കൂടെ ഒരു സമയം എടുക്കുന്നതാണ് ഈ ഒരു 10 ഡേയ്സ് എന്ന് പറയുന്നത്. പിന്നെ ചിലർക്കൊക്കെ 7th ഡേ 8th ഡേ ഒക്കെ കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ബാച്ചിൽ മുന്നിലുള്ള ബാച്ചിലേക്ക് നിങ്ങളുടെ ഓർഡർ കയറി പോകുന്നതാണ്. അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുക. പിന്നെ എന്തെങ്കിലും ക്ലൈമറ്റിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് പ്രശ്നമോ ഒക്കെ ഉള്ളപ്പോഴാണ് ചിലപ്പോൾ 1-2 ദിവസം ലേറ്റ് ആകുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊന്ന് പ്ലാൻ ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരാൻ വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? വേറൊരു ഡൗട്ടാണ്, എത്ര ദിവസം പുരട്ടിയാൽ റിസൾട്ട് കിട്ടും? അത് പറയാനേ പറ്റില്ല. നിങ്ങളുടെ ബോഡിയുടെ കണ്ടീഷൻ, ഹെൽത്തിൻ്റെ കണ്ടീഷൻ, നിങ്ങളുടെ ശരീരത്തിലുള്ള വൈറ്റമിൻസിൻ്റെയും നമ്മൾ ഇടുന്ന പായ്ക്ക് അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രയുണ്ട്, ഹെൽത്തി ആണോ നിങ്ങളുടെ സ്കിന്ന്, അതിൻ്റെ എത്രത്തോളം ഹെൽത്തിയാണ് നിങ്ങളുടെ സ്കിന്ന്, അതിൻ്റെ അനുസരിച്ചാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ലേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ഫുഡാണ് ഇൻടേക്ക് ചെയ്യുന്നത് അന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. നിറയെ ജ്യൂസസ് കുടിക്കുക, ഷുഗർ ഇല്ലാതെ കുടിക്കുക, ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക, മൈദ കട്ട് ചെയ്യുക, ബേക്ക്ഡ് ഐറ്റംസ് ഫുള്ള് കട്ട് ചെയ്യുക, അൺടൈമിലുള്ള ഫുഡ് കട്ട് ചെയ്യുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നിങ്ങൾക്ക് സ്കിൻ കെയറിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് ബ്ലാക്ക് ഹെന്ന ഇടാമോ? പ്രഗ്നൻ്റ് ആണ്, സ്കിൻ കെയർ ചെയ്യാമോ? പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ബ്ലാക്ക് ഹെന്ന ഉപയോഗിക്കുകയേ വേണ്ട. ബ്ലാക്ക് ഹെന്ന എന്നല്ല, ഒന്നും തന്നെ ഉപയോഗിക്കണം. എന്തിനാണ് പ്രഗ്നൻസി ടൈമിൽ സ്കിൻ കെയർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഒരു ബേബിയെ ഭൂമിയിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ റെഡി ആവുകയാണ്. ആ സമയത്ത് നമ്മളുടെ കോൺസെൻട്രേഷൻ ഫുള്ളാണ് നമ്മുടെ ഹെൽത്തിലും ആ ബേബിയുടെ ഹെൽത്തിലും. കാരണം ആ ബേബി ലോകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ബേബി ലോകത്ത് നമ്മളുടെ കെയറിലൂടെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഹെൽത്തി ആയിട്ട് ലോകത്ത് ജീവിക്കാനുള്ള ഒരു പ്രശ്നവും ഇല്ലാതെ ബേബിക്ക് ലോകത്ത് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഒരുക്കേണ്ടത്. നമ്മുടെ വയറ്റിലാണ് കൊച്ചു പകുതിയും വളരുന്നത്. ആ സമയത്ത് നമ്മളുടെ ബോഡിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ആവശ്യമില്ലാത്ത സ്കിൻ കെയറോ ഹെയർ കെയറോ അല്ലെങ്കിൽ ഹെന്നയോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. 9 മാസത്തിൻ്റെ കാര്യമുള്ളൂ, അത് പെട്ടെന്ന് അങ്ങ് പോവും. കൊച്ചുണ്ടായി കഴിയുമ്പോൾ നമ്മൾക്ക് എല്ലാ കെയറും ചെയ്യാമെന്നാണ്. പിന്നെ സ്ട്രെച്ച് മാർക്കിനെ കുറിച്ച് വറീഡാന്ന് പറഞ്ഞു, അതൊക്കെ നേച്ചറിൻ്റെ ഒരു പ്രോസസ്സാണ്. അതൊന്നും ഒരു വലിയ കാര്യമേ അല്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രെച്ച് മാർക്ക് ചുരുങ്ങി പഴയ രീതിയിലോട്ടാകും. ചെറിയ ചെറിയ മാർക്കുകൾ ഉണ്ടാവും.
അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതും കുറച്ചായിട്ട് മാറും, എന്നാലും ചെറുതായിട്ട് കാണും. അത് ആസ് എ മദർ നിങ്ങൾക്ക് കിട്ടിയ ഒരു സിഗ്നേച്ചറാണെന്ന് മനസ്സിലാക്കുക, അതിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശം കോമൺ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അയയ്ക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോഴാണ് എൻ്റെ കയ്യിലോട്ട് ഡയറക്റ്റായിട്ട് വരിക. വാട്സപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് വന്നില്ലെന്നിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ സ്കിൻ കെയർ ഡൗട്ടുകൾ കമൻ്റായിട്ടിടുക. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കസ്റ്റമർ പറഞ്ഞിരുന്നു, ബ്ലാക്ക് ഹെന്ന അടിപൊളിയാണ്, നല്ല റിസൾട്ട് കിട്ടി, 2 പാക്കറ്റ് വാങ്ങിച്ചിരുന്നു. പക്ഷേ നമ്മൾക്ക് കോസ്റ്റ് ഇച്ചിരി കൂടുതൽ. ഞാൻ ആദ്യമേ തന്നെ എൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. കോസ്റ്റിൽ കോംപ്രമൈസ് ചെയ്യാനോ അല്ലെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാനോ ഒരു തരത്തിൽ നമുക്ക് നിർവാഹമില്ല. കാരണം നമ്മൾ അതിനനുസരിച്ച് അത്രയ്ക്കും എഫേർട്ട് എടുത്ത് അത്രയ്ക്ക് സ്റ്റാഫിനെ വെച്ച് അത്രയ്ക്കുള്ള ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സുകളാണ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ കൊറിയർ ചാർജും നിങ്ങളുടെ ഏരിയയിലോട്ട് കൊറിയർ ഡെലിവറി ഉണ്ടോ, DTDCക്ക് ഡെലിവറി ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ DTDC ആയിട്ടാണ് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. കാരണം സേഫസ്റ്റ് ഡെലിവറി അതാണ്, പ്രോഡക്റ്റ് കണ്ടാമിനേറ്റഡ് ആവാതെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്ന അതാണ് എനിക്ക് ട്രസ്റ്റ് അതാണ്. പിന്നെ നമ്മൾ കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ നമ്മൾക്കൊരു റേറ്റാണ് അവരിട്ട് തരിക, അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ചാർജും. നിങ്ങൾ ആദ്യം തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് പ്രോഡക്റ്റിൻ്റെ വില, എന്താണ് ഡെലിവറി ചാർജ്, എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് മാത്രം ഓർഡർ ചെയ്യുക. നിങ്ങൾ ചാടി കയറി എനിക്ക് സ്കിൻ കെയർ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യരുത്. സ്കിൻ കെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം വളരെ നല്ലതാണ്. ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളുടെ വീഡിയോ ഒരുപാട് നമ്മളുടെ ചാനലിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അതും വളരെ നല്ലതാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും സ്കിൻ കെയർ ചെയ്യണം, ഒരിക്കലും മടിക്കരുത്. നമ്മളുടെ സ്കിന്നാണ്, നമ്മളുടെ ലൈഫാണ്, നമ്മളാണ് അതിനെ കെയർ ചെയ്യേണ്ടത്. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി ഒരുപാട് എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും ആ സത്യം ഒരിക്കലും മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടുമായി കാണാം. ടേക്ക് കെയർ.